എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണ്. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. അധികം ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീഡിയോകൾ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വടയുടെ കൂട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ ചേച്ചിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. വട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് അളവിലാണ് ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉഴുന്ന് നല്ലതുപോലെ കഴുകി 3 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. ഇനി കഴുകി എടുത്തിട്ടുള്ള ഉഴുന്നിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുതിർത്താൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് കുതിർന്നു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഒന്ന് ഊറ്റി മാറ്റാം. അങ്ങനെ ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഉഴുന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുക്കുന്നതിനായിട്ട് ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. 2 തവണകൾ കൊണ്ടാണ് കേട്ടോ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉഴുന്നിൽ നിന്നും കുതിർത്തിയ വെള്ളം 1 സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡറിലൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഗ്രൈൻഡറിൽ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ മിക്സിയിൽ അരക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് മാവ് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഉടൻ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ആദ്യം ഉഴുന്ന മാവ് ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് അല്പം ടൈറ്റാക്കി വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളത്തിന്റെ അളവ് എത്ര കുറച്ചെടുത്ത് ചെയ്യാൻ പറ്റുമോ അത്രയും കുറവിലായിരിക്കണം അരച്ചെടുക്കേണ്ടതും. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം മാവ് അരച്ച് മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ 2 പ്രാവശ്യം കൊണ്ട് നമ്മുടെ ഉഴുന്ന് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ മാവ് മുഴുവനും ഞാനിവിടെ പാത്രത്തിലേക്ക് ഒന്ന് കോരിയിട്ട് കൊടുക്കുവാണ്. അങ്ങനെ മാവ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് നല്ല മയത്തിൽ ഒരു 2-3 മിനിറ്റ് നേരമെങ്കിലും കുഴച്ചെടുക്കാം. നമ്മുടെ കൈകൊണ്ട് കുഴക്കുമ്പോഴാണ് മാവ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്ത് കിട്ടുന്നത്. നമ്മുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചടിച്ച് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു വെള്ളത്തിന്റെ കുറവ് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ നല്ലതുപോലെ തന്നെ കൈകൊണ്ട് ഒരു 2 മിനിറ്റ് നേരം പതപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഈ ഒരു വടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് ചേർക്കാം. നിങ്ങൾക്ക് മുഴുവൻ കുരുമുളക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഒരു 3 പച്ചമുളക് ചേർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത് കൂടിയാണ് ഇതുകൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ വടയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കണം. ഈ ഒരു അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചെറിയ സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ മാവ് കട്ടിയായിട്ട് വരും. നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ മാവ് നല്ലതുപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാവ് അല്പം ഒന്ന് അയഞ്ഞ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വട തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു മാവിന്റെ പാകം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ദാ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കാം. മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന പാകത്തിലേക്കാണ് കേട്ടോ ആയി വന്നിട്ടുള്ളത്. അതൊന്നും കലങ്ങി പോവാതെ മുകളിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവം. ഇനി ഉടൻ തന്നെ നമുക്ക് വട പൊരിച്ചെടുക്കാം. വട പൊരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു തവി എടുത്ത് വെക്കാം. തവിയിൽ അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. 2 ഭാഗത്തും എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിന്റെ അരികു ഭാഗത്ത് നിന്ന് ദാ ഇതുപോലെ ഒന്ന് കുറഞ്ഞ അളവിൽ മാവ് എടുത്ത് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ദാ ഇതുപോലെ ഒന്ന് ഒരു തവിയുടെ മുകളിൽ ഒന്ന് നിരത്തി കൊടുക്കാം. നടുഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യ വട എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നടുഭാഗം ഇതുപോലെ ഹോൾ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓരോ പ്രാവശ്യവും നമ്മൾ തവിയിലേക്ക് മാവ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു തവി കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ 3 വട എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. താഴെ ഭാഗം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 3 വടയും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തവിയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് എല്ലാം ഒറ്റ അളവിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തവിയിൽ വെച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനൊന്ന് ടൈറ്റാക്കി റബ്ബർ ബാൻഡ് ചെയ്ത് കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ നമുക്ക് മാവ് പരത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാവ് കൈകൊണ്ട് തന്നെ നമുക്ക് ഹോളിട്ട് എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതൊന്നും അറിയില്ലാത്തവർക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നിട്ടുള്ളത്. വട നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാം. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ്. ഇനിയിപ്പോ വട ഉണ്ടാക്കിയെടുക്കാൻ അറിയില്ല എന്ന് ആരും പറയല്ലേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ കൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കളറ് താഴെ ഭാഗവും ആയി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ നല്ല സ്വർണ്ണ നിറത്തിലേക്ക് വട ആയി വന്നിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഹോട്ടലിലെ രുചി കിട്ടുന്നുമെങ്കിൽ ഉഴുന്ന് കുതിർത്തുന്നതോടൊപ്പം തന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്തിട്ട് വേണം കുതിർത്തിയെടുക്കാനായിട്ട്. ഉലുവ ചേരുമ്പോഴാണ് ഉഴുന്ന് വടയ്ക്ക് നല്ല കളറും അതുപോലെ തന്നെ ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മുരുമൊരിപ്പ് കൂടെ കിട്ടുന്നത്. ഇപ്പോൾ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ആദ്യ വട ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ വട ഇവിടെ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ വടയും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം വറുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ വട എല്ലാം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.